ജന്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് രവികുമാർ സാർ, ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ സാർ, സാറാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാസുദേവൻ സാർ, മലയങ്കേഴ് ഗ്രാമപഞ്ചായത്തിന്റെ AE ലക്ഷ്മി മാഡം, ഓവർസിയർ സുമി മാഡം, നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ വിനോദ ടീച്ചർ, നമ്മുടെ പ്രിയങ്കരനായ ബാലചന്ദ്ര സാർ, നമ്മുടെ മദർ PTA പ്രസിഡന്റ് സുമിത്ര മാഡം, സ്റ്റാഫ് സെക്രട്ടറി തുഷാരൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സ്കൂളിലെ 5ാം ക്ലാസ് മുതൽ VHSC വരെയുള്ള ഓരോ കുഞ്ഞും നമ്മുടെ ജില്ലാ പഞ്ചായത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ രക്ഷകർത്താക്കൾ, ഇവിടുത്തെ PTA അംഗങ്ങൾ കുറേ ദിവസം ഇത് അടച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് എത്തുന്നു എന്തുവാണ് ഇതിനകത്ത് നടക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും വായിക്കുമ്പോഴും പല ഘട്ടങ്ങളായിട്ടാണ് ഈ ഓഡിറ്റോറിയം മാറി മാറി വന്ന് ഇത്രയും മനോഹരമാണ്. ഈ സ്കൂളിന് വേണ്ടി ഇനി തരാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ശേഖരിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആവശ്യങ്ങൾ നമുക്ക് ഒരുപാടാണ്. നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്കും നമ്മുടെ PTAയും നിരന്തരമായി ജില്ലാ പഞ്ചായത്തിനോട് റിക്വസ്റ്റ് കൊടുക്കാൻ ഇനിയില്ല. ഇനിയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാലും ഒരുപാട് നമ്മളെ അനുഗ്രഹിച്ചവരാണ് ജില്ലാ പഞ്ചായത്തിന്റെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ സാർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും അതിനുവേണ്ടി ശ്രമിച്ച ഒത്തിരി പേരുണ്ട്. നമ്മുടെ PTAയിലായാലും രക്ഷകർത്താക്കളായാലും അങ്ങനെ ഒരു വലിയ ഭാഗ്യമുള്ള ഒരു നിമിഷമാണ് നമ്മുടെ ഈ സമയം, ഈ ഉദ്ഘാടന ഈ സമയം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരും ഈ ഇതിന് നേരെ ഓഡിറ്റോറിയത്തിന്റെ ഈ മോടി പിടിപ്പിച്ച ഓഡിറ്റോറിയത്തിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം സർക്കാരിൽ നിന്ന് കിട്ടുന്നു എന്ന് കരുതി അതിനെ ദുർവിനിയോഗം ചെയ്യാതെ ഈ മനോഹരമായ വേദി, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ചുറ്റുവട്ടത്തൊന്നും ഒരു സ്കൂളിലും ഇത്ര ഭംഗിയുള്ള ഓഡിറ്റോറിയം ഇല്ല. ഈ സ്കൂളിന്റെ ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് അതിന് വളരെ അഭിമാനമുണ്ട്. നമ്മുടെ അധ്യാപകരെ അതുപോലെ തന്നെ PTA എല്ലാം അഭിമാനപ്പെട്ടിരിക്കുന്നു. അതിനോട് ഞാൻ ആദ്യം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ സുരേഷ് സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന രവികുമാർ സാറിന്, സാറിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇടപെടുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്ന തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ സാർ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സാറിന്റെ ശ്രദ്ധയില്ലാത്ത നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം കരയുന്ന കുട്ടിക്ക് വാഹനം എന്ന് പറഞ്ഞ് എത്രത്തോളം ആവശ്യങ്ങൾ നമ്മൾ എല്ലാം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫലമായ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ശ്രദ്ധ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികളുടെ പല വേദികളിലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മക്കൾ നന്നാകുന്നതിന് വേണ്ടി നല്ല അവസരങ്ങൾ കിട്ടുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ക്ലാസ്സും അദ്ദേഹത്തിന്റെ സ്കൂളിനെ കുറിച്ചൊക്കെ നമ്മൾ പല വേദികളിലും സംസാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്, നമ്മൾ അധ്യാപകരും ഭാഗ്യം ചെയ്തവരാണ്, നമ്മുടെ രക്ഷകർത്താക്കളും ഭാഗ്യം ചെയ്തവരാണ്. ഇങ്ങനെയുള്ള സ്കൂളിൽ വൃത്തിയായി പഠിപ്പോടെയും കുട്ടികളെ വിടാനും പഠിപ്പിക്കാനും അപ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് യൂസ് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സാറിനെ ഞങ്ങളുടെ എല്ലാവരുടെയും കടപ്പാട് സാറിനോട് അറിയിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാസുദേവൻ സാർ രാവിലെ വന്നിട്ട് പോയത് ഏഷ്യൻ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് ഒരു ഉപന്യാസ മത്സരം. എപ്പോഴും സാർ ഇവിടെ മലയങ്കേഴ് പ്രദേശത്തുണ്ട്. ഏത് ആവശ്യത്തിനും വിളിച്ചാൽ നമ്മളോടൊപ്പമുള്ള ശ്രീ വാസുദേവൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ബാലചന്ദ്ര സാർ,
നമ്മുടെ സ്കൂളിന്റെ ഇപ്പോൾ നേരത്തെ അനൂപ് സാർ ഒരു കുറച്ച് കുട്ടികളുടെ പേര് അനൗൺസ് ചെയ്തു. കുറച്ച് പേരൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുക. നമ്മളിപ്പോ കാണുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അക്കാദമിക കാര്യങ്ങളിൽ കുട്ടികൾക്ക് ശ്രദ്ധ കുറവ്, പഠനം വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ഇരുന്ന് പഠിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങളൊരു അക്കാഡമിക് കമ്മിറ്റിയൊക്കെ നമ്മുടെ സ്കൂളിലുണ്ട്. അക്കാഡമിക് കമ്മിറ്റിയുടെ ചെയർമാനാണ് നമ്മുടെ ബഹുമാനായ ബലാന്ദ്ര സാർ. അക്കാഡമിക് കമ്മിറ്റി നമ്മളൊരു തീരുമാനമെടുത്തത് ഒരു വർഷം ഏറ്റവും നന്നായിട്ട്, വർഷമല്ല എല്ലാ ടേമിലും നന്നായിട്ട് ഏറ്റവും ടോപ്പറാവുന്ന കുട്ടികൾക്ക് ഒരു അംഗീകാരം. അവന് നന്നായിട്ട് പഠിച്ച് ഞാൻ ഏറ്റവും ബെറ്ററാണ്, ക്ലാസ്സിലെ മികച്ചതാണ്, അത് കാണാൻ ഏത് രക്ഷകർത്താവാണ് ആഗ്രഹിക്കാതെ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഞങ്ങളോടൊപ്പം നിന്ന ബലാന്ദ്ര സാറിന്റെ ആ കുട്ടികൾ പഠിക്കണം, അറിവുള്ളവരാകണം എന്നുള്ള മനസ്സുള്ള അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ ലക്ഷ്മി മാഡം ഈ വർക്ക് തുടങ്ങുമ്പോൾ പല വർക്കുകളും നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കിച്ചന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പല ഉദ്ഘാടനവും കഴിഞ്ഞു. അതെല്ലാം എനിക്ക് തോന്നി ഈ ലാസ്റ്റ് വന്ന സമയത്താണ് ലക്ഷ്മി മാഡം വന്നിട്ടുള്ളത്. എന്നാൽ ലക്ഷ്മി മാഡം, അതുപോലെ ഓവർസിയർ സുബി മാഡം, നമ്മുടെ കോൺട്രാക്ടർ സന്തോഷ്, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. ഒരുപാട് കുറച്ചു കാലങ്ങൾ നല്ല അടുപ്പം ഉള്ളവരുമാണ്. ഈ സ്കൂളിന്റെ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്കിൽ നമ്മളോടൊപ്പം നിന്ന ഈ ലക്ഷ്മി മാഡത്തിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഓവർസിയർ സുബി മാഡത്തിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കോൺട്രാക്ടർ സന്തോഷ് എത്തിയിട്ടില്ല, എന്തായാലും സന്തോഷിനെയും സ്വാഗതം ചെയ്യുന്നു. ഇതിൽ ഞാൻ സന്തോഷത്തോടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് എത്തിച്ചേർന്നു. ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരാളാണ് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അരുൺകുമാർ സാർ. അദ്ദേഹം അങ്ങേയറ്റം എഴുതുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 3 വർഷമായി, ഞാൻ വന്നതിന് ശേഷം 3-4 വർഷമായി നമ്മുടെ PTA പ്രസിഡന്റായി. അദ്ദേഹത്തിന്റെ സേവനം ഞാൻ പറയാതെ തന്നെ ഒരുപാട് ഐഡിയാസ് ഉള്ള ആളാണ് അദ്ദേഹം. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുമെന്ന് ഇത്രയും മനസ്സുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സാറിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഓഡിറ്റോറിയം ഇങ്ങനെയായാൽ ടീച്ചർ നന്നായിരിക്കും. PTA-ക്കാരെ ഉൾപ്പെടുത്തി ഒരു ഐഡിയ വെച്ച് അത് എങ്ങനെ നമുക്ക് ഫലവത്താക്കാം എന്ന് പല രീതിയിൽ ചിന്തിച്ച് ആരെയൊക്കെ അതിൽ കൂട്ടണം എന്ന് വളരെ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും അത് കർക്കശമായി നടപ്പിലാക്കാനും അല്ലെ ആരെ കണ്ടാൽ ആ കാര്യങ്ങൾ നടത്തും നമ്മുടെ സ്കൂളിനെ വളരെ ഭംഗിയാക്കാം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ച വളരെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു പോയെങ്കിലും സ്വന്തം സ്കൂളിനെ വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ശ്രീ എം അനിൽകുമാർ സാറിനെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ അനുമതി ടീച്ചർ, നമ്മുടെ സ്കൂളിലെ ഭാഗം ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് സുചിത്ര മാഡം, സ്കൂളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സുചിത്ര മാഡത്തെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി തുഷാരൻ രാവിലെ തൊട്ടേ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിനായി ശ്രമിക്കുന്ന ഒരാളാണ്. ശ്രീ തുഷാരനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അധ്യാപകർ, രക്ഷകർത്താക്കൾ, PTA, MPTA, SMC അംഗങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ പരിപാടി കഴിയുന്നതുവരെയും വളരെ നിശ്ചിതരായി നല്ല കുഞ്ഞുങ്ങളായിരുന്നു ഈ പരിപാടി വീക്ഷിക്കുക, ഗൗരവത്തോടെ കാണുക. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ സ്കൂളിൻ്റെ നവീകരിച്ച ഓഡിറ്റോറിയത്തിൻ്റെ ഈ പുനരുദ്ധാരണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. യോഗാധ്യക്ഷൻ, ഏറെ സ്നേഹം നിറഞ്ഞ PTA പ്രസിഡന്റ് ശ്രീ രവികുമാർ, നമുക്കേവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിച്ച ഏറെ പ്രിയങ്കരിയായ ബഹുമാനമുള്ള ഹെഡ്മിസ്സസ് ശ്രീമതി കുമാരി രമ ടീച്ചർ, സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ സമ്പന്നമാക്കുന്ന ഏറെ ബഹുമാന്യനായ ശ്രീ ബാലേന്ദ്ര സാർ, മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വാസുദേവൻ നായർ, SMC ചെയർപേഴ്സൺ ഡോക്ടർ K. ബീന,
നമുക്കേവർക്കും പ്രിയങ്കരനായ മുൻ PTA പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ M. അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് ശ്രീമതി സുചിത്ര, സ്റ്റാഫ് സെക്രട്ടറി തുഷാരൻ, ഏറെ ബഹുമാനമുള്ള AE, ഓവർസിയർ, അതുപോലെ തന്നെ ഈ പണി PTA ചുമതല ഏൽപ്പിച്ച് ഭംഗിയായി നിർവഹിച്ച ശ്രീ രതീഷ് കുമാർ, സ്നേഹാദരണീയരായ അധ്യാപകരെ, അനധ്യാപകരെ, ഏറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ദീർഘമായൊരു പ്രസംഗമൊന്നും ഞാൻ നടത്തുന്നില്ല. സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ സമയത്തും പറയാറുള്ളത് പോലെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിൽ, പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി വികസന പ്രവർത്തനങ്ങളിൽ അത് ഒരു നല്ല നാളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏറെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്കൂൾ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക, അത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി, പാഠ്യ രീതികളുടെ കാര്യത്തിലായിരുന്നാലും ശരി, ഒരു നല്ല ഇടപെടൽ നടത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം മുന്നിലുള്ളപ്പോൾ ചാരിതാർത്ഥ്യത്തോടുകൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് മലയൻകീഴ് കണ്ടലയായിരുന്നാലും മലയൻകീഴായിരുന്നാലും പ്ലാവൂരായിരുന്നാലും 4 സ്കൂളുകളാണ് എൻ്റെ ഡിവിഷന് കീഴിലുള്ളത്. ഈ സ്കൂളുകളിൽ ഏറ്റവും അധികം പണം വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മലയൻകീഴിലെ 2 സ്കൂളുകൾക്കുമാണ്. അതിൽ തന്നെ ഇട്ടിട്ടുള്ള പൈസ മുഴുവനും 1 രൂപ പോലും പാഴാക്കാതെ ചിലവഴിക്കുന്ന കാര്യത്തിൽ ആനപ്പാറ സ്കൂള് വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്. അത് മുൻ PTA പ്രസിഡന്റ് ശ്രീ M. അനിൽകുമാർ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് ശ്രീ രവികുമാർ, നമ്മുടെ ഹെഡ് മിസ്സസ്, സ്റ്റാഫ് സെക്രട്ടറി എല്ലാവരും ഇവിടെ വരുന്ന പണം കൃത്യതയോടുകൂടി ചിലവഴിക്കപ്പെടുന്നു എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ നോട്ടമില്ലെങ്കിലും അത് കൃത്യതയോടുകൂടി റീഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട AE അവരുടെ ടീമും രതീഷിനെയൊക്കെ കൊണ്ട് ഈ പണികൾ 1 രൂപ പോലും പാഴാക്കി കളയാതെ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ വിനിയോഗിക്കുന്നത് അതിനു വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി നല്ല ഗൃഹപാഠം ചെയ്ത് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ആ ഒരു ടീമിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ ദീർഘമായി പ്രസംഗിച്ചു പോകുന്നില്ല, എല്ലാവർക്കും പോകാൻ സമയമായി. ആ തിടുക്കം എല്ലാവരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് വളരെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വളരെ മനോഹരമായി പഠിക്കണം. ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ, അസൗകര്യങ്ങൾ മാത്രം കൈമുതലായിരുന്ന സന്ദർഭത്തിൽ ഏറ്റവും മനോഹരമായി പഠിച്ച് മലയൻകീഴിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ആളുകൾ ധാരാളം പേരുണ്ട്. അവരെ മാതൃകയാക്കിക്കൊണ്ട് നല്ല നിലയിലേക്ക് പഠിച്ചുയരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ എല്ലാ ക്ലാസ് റൂമുകളും ടൈലിട്ടിട്ടുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മുടെ ക്ലാസ് റൂമുകളെ മാറ്റി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മെച്ചപ്പെട്ട ബാത്റൂം ഫെസിലിറ്റീസൊക്കെ, ടോയ്ലറ്റ് സംവിധാനമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏത് രൂപത്തിലെടുത്ത് നോക്കിയാലും ഒരു സ്വകാര്യ സ്കൂളിനോട് കിടപിടിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സ്കൂളിനെ മാറ്റി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തൊരു ചെറിയ ഒരു മീഡിയേറ്ററായി നിന്നു എന്നുള്ളതേ ഉള്ളൂ. സ്കൂളിൻ്റെ ആവശ്യങ്ങൾ യഥാസമയം ജനപ്രതിനിധികളോട് പറയുകയും ആ ജനപ്രതിനിധികളെ കൊണ്ട് ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുകയും ചെയ്ത ഈ സ്കൂളിലെ PTA-യും അധ്യാപകരും അതുപോലെ തന്നെ കിട്ടിയ പണം യഥാവിധി വിനിയോഗിച്ച എഞ്ചിനീയറിംഗ് സെക്ഷനിലെ AE ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരും അതിനൊരു ചാലകശക്തിയായി നിന്ന് പ്രവർത്തിച്ച രതീഷിനെയും അതിന് ഒരു ഫുൾ മേൽനോട്ടമായി നിന്ന നമ്മുടെ തുഷാറിനെയും ഒക്കെ വളരെ ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉന്നതമായ നിലയിലേക്ക് പഠിച്ചുയരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നവീകരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.